കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളുമായി തമിഴ്നാടിന്റെ സംസ്ഥാന ബജറ്റ്. സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരമുള്ള 2152 കോടി രൂപ തരാതെ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെ വഞ്ചിച്ചുവെന്ന് ബജറ്റ് അവതരിപ്പിക്കവേ ധനമന്ത്രി തങ്കം തെന്നരസ് ആരോപിച്ചു. സംസ്ഥാനം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഉയർത്തിയ എതിർപ്പ് പിൻവലിക്കാതെ ഫണ്ട് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്രമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്കുള്ള ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ പണം തമിഴ്നാട് സർക്കാർ സ്വന്തം നിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 7 കൊല്ലമായി തമിഴ്നാട് വിജയകരമായി നടപ്പിലാക്കി വരികയാണ്. എന്നാൽ ഇക്കൊല്ലം ത്രിഭാഷാ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന NEP അംഗീകരിക്കാത്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 2152 കോടി രൂപ അനുവദിക്കാതെ വഞ്ചിച്ചു. അതിനാൽ സംസ്ഥാനം സ്വന്തം ഫണ്ട് അനുവദിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാടിന്റെ ദ്വിഭാഷാ നയത്തെ ന്യായീകരിച്ച മന്ത്രി തമിഴ് വംശജർ രാജ്യാന്തര നേട്ടങ്ങൾ കൈവരിക്കുവാൻ അത് നിർണായകമായെന്നും ചൂണ്ടിക്കാണിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനും ദ്വിഭാഷാ നയം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബജറ്റ് സമ്മേളനം BJP ബഹിഷ്കരിക്കുകയും AIADMK സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 40,000 കോടി രൂപയുടെ അഴിമതി ആരോപണം വെള്ളിയാഴ്ച ഉന്നയിക്കുവാൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് AIADMK സഭ വിട്ടിറങ്ങിയത്. സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം സർക്കാർ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുറത്തിറക്കിയ ലോഗോയിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴിൽ രൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നിരുന്നു. കറൻസി നോട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഭാഷകളിലൊന്നായ തമിഴാണ് ലോഗോയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നായിരുന്നു ഇതിനോടുള്ള DMKയുടെ പ്രതികരണം.